ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിനക്ക് മര്യാദ ഒരു പോലീസുകാരന്റെ വീട് ഒരു പോലീസുകാരനെ നിന്നോട് മര്യാദ വണ്ടി കാണാൻ പറഞ്ഞില്ലടാ. നീ അവിടെ നിനക്ക് പരാതി ഉണ്ടാ നീ വരാൻ പറ്റില്ല. ഡോർ തുറക്കേണ്ട കാര്യമായിരിക്കില്ല. നിങ്ങൾ വന്നപ്പോ തന്നെ അറിഞ്ഞു നിങ്ങളാ വന്നത്. നീ എന്തിനാണ് എന്റെ അമ്മക്ക് വിളിച്ചത്? നീ ഇപ്പൊ എന്റെ അമ്മക്ക് വിളിച്ചത് നിനക്ക് പരാതി ഉണ്ടാ. വീട്ടില് ക്യാമറ ഉണ്ട്, നീ പേടിക്കണ്ട. നിനക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടാ. ആ അതുകൊണ്ടാണ് മനസ്സിലായില്ലേ? നിനക്ക് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ജയിലിൽ പോവോ? അതുകൊണ്ടാ മനസ്സിലായില്ല. അപ്പൊ നീ വിളിച്ചു വരാം. എനിക്ക് ജയിലിൽ പോകാൻ ഇഷ്ടം. എനിക്കൊരു ജയിലിൽ പോകാനാണ് എനിക്ക് താല്പര്യം. നിനക്ക് ജയിലിൽ പോകണ താല്പര്യം, നീ പോയിക്കോ. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ പറയണ പോലെ കേൾക്കേണ്ടി വരും. നിന്റെ വീട്ടിൽ അടുത്ത ദിവസം ഞാൻ വരും. എന്റെ വീട്ടിൽ വന്ന് നീ ചെയ്യുക. നിന്നെ ഇതുപോലെ പിടിക്കും. എറണാകുളം പട്ടിമറ്റം ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാതെ മുങ്ങാൻ നോക്കിയപ്പം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരും അവിടെ മദ്യം വാങ്ങാൻ വന്ന ആളുകളും കൂടെ ചേർന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഈ ചുവന്ന ടീഷർട്ട് ഇട്ട ആള്. പേര് കെ ഗോപി, കളമശ്ശേരി ആംഡ് ഫോഴ്സിലെ ഡ്രൈവറാണ്. ഇദ്ദേഹം ഈ ബിവറേജസ് കോർപ്പറേഷനിൽ വന്നു, കുറച്ച് സമയം അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞു. പിന്നീട് അവിടുന്ന് മദ്യം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാർ പൈസ ചോദിച്ചപ്പം അവരെ തെറി പറഞ്ഞു. പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് മദ്യവുമായിട്ട് ഇറങ്ങി പോകാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഇടപാടുകാർ വന്നു, ഇയാളെ പിടിച്ചു വെച്ച സമയത്ത് ഇയാളോട് അവരെ തെറി പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ മദ്യം അവിടെ വെച്ചിട്ട് അയാൾ മുങ്ങാൻ നോക്കി. അതെല്ലാം കൂടെ വലിയ വിഷയമായി, ആൾക്കാർ പിടിച്ചു വെച്ചു. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് കുന്നത്തുനാട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ സീൻ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം എടുത്തിട്ട് മുങ്ങാൻ നോക്കിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിളിച്ച അയാൾ. സാധാരണ പോലീസുകാരാണ് ഏതെങ്കിലും ഒരുത്തനെ പിടിക്കുമ്പോൾ അവൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ വിളിക്കുന്നത്. ഇതിപ്പോൾ ആ പോലീസ് ഓഫീസറുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ വിളിച്ചപ്പം അയാൾക്ക് പൊള്ളി. കാരണം സ്വന്തം അമ്മയ്ക്കും അച്ഛനും വിളി കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊള്ളുമല്ലോ. അപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റ്, പോലീസുകാർക്ക് സ്വന്തം അച്ഛനും അമ്മയ്ക്കും വിളി കേട്ടപ്പോൾ നിനക്കൊക്കെ പൊള്ളി അല്ലടാ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ മനസ്സിലാക്കുക, വിളിച്ചത് അദ്ദേഹം പോലീസുകാരനാണല്ലോ, സ്വാഭാവികമായിട്ട് അയാൾ അങ്ങനെ ആയിരിക്കും എല്ലാവരെയും വിളിക്കുന്നുണ്ടാവുക. എല്ലാ പോലീസുകാരും അല്ലാട്ടോ പറഞ്ഞത്, ചില ആളുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അയാൾ ഈ പോലീസുകാരനെ വിളിച്ചു, ഈ പോലീസുകാരനെ പൊള്ളി. അപ്പോൾ ഈ പോലീസുകാരൻ നിന്ന് ചൊറിഞ്ഞ് അയാളെ കൊണ്ട് വീഡിയോ എടുത്ത്, അയാളെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച് വീഡിയോ എടുത്ത് ആ വീഡിയോ സോഷ്യൽ മീഡിയക്കും കൊടുത്ത് മാധ്യമങ്ങൾക്കും കൊടുത്ത് ഗംഭീരം. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഒരു തോന്നലുണ്ട്, എവിടെയും പോയിട്ട് എന്തും ചെയ്തിട്ട് അങ്ങ് പോകാം, എന്ത് സാധനവും മേടിക്കാം, ഭക്ഷണവും കഴിക്കാം, ബിവറേജ് കോർപ്പറേഷൻ പോയിട്ട് മദ്യം എടുക്കാം, പൈസയൊന്നും കൊടുക്കണ്ട, ഞങ്ങൾ പോലീസുകാരിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പേടിപ്പിച്ചാൽ മതി എന്നൊരു തോന്നലുണ്ട്. അതൊക്കെ പഴയ കാലത്താണ്. ഇപ്പോഴുള്ള ഒരു 90% പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാന്യന്മാരാണ്. അവർ വാങ്ങിയ സാധനത്തിൻ്റെ അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്ന ആളുകളാണ്. പണ്ടുള്ള ആളുകളൊക്കെ പേടിപ്പിച്ചാണ് പലർക്കും പൈസ കൊടുക്കാതെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. പലരും പേടിച്ചിട്ടാണ് ഈ പോലീസുകാരുടെ നിന്ന് പൈസ വാങ്ങാതെ പോകുന്നതും ഒക്കെ. കാലമൊക്കെ മാറി. ഭക്ഷണം കഴിച്ചാലും സാധനം വാങ്ങിച്ചാലും കൃത്യമായിട്ട് പൈസ കൊടുക്കണം. പൈസ കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും കുന്നത്തുനാട് പോലീസിന് ഒരാളെ കിട്ടി. അയാളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പോലീസുകാരൻ തന്നെ അറസ്റ്റ് ചെയ്തു. ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അയക്കും.